السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. നിയാഫ് ബിൻ ഖാലിദിന്റെ ഒരു കുറിപ്പ് നേരത്തെ പോസ്റ്റ് ചെയ്തത് വീണ്ടും പ്രചരിക്കുന്നതായി കാണാൻ സാധിക്കും. അതിൽ പറയുന്ന കാര്യത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: കാന്തപുരത്തിന്റെ മതം ഇസ്ലാമല്ല, ആ ദീനിൽ ഞങ്ങൾ മുസ്ലിങ്ങളില്ല. ഇതാണ് വിളംബരം. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചിരുന്നുവെങ്കിലും മറുപടി ഇല്ലാത്തതിനാൽ അതടക്കം ചില ചോദ്യങ്ങൾ ഇവിടെ ആവർത്തിക്കുകയാണ്. കാന്തപുരത്തിന്റെ മതം ഇസ്ലാമല്ലെന്നും ആ മതത്തിൽ ഞങ്ങൾ ഇല്ലെന്നും പറയുമ്പോൾ കാന്തപുരത്തെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി എന്നാണ് അതിന്റെ വിവക്ഷ. ഒന്നാമതായി ചോദിക്കാനുള്ളത്, എന്റെ ഒരു സംസാരത്തിൽ ഒരു ഖാദിയെ ഞാൻ കാഫറാക്കിയെന്ന് ഇല്ലാത്ത ആരോപണം എന്റെ പേരിൽ ഉന്നയിക്കുകയും അത് ക്ലിപ്പാക്കി ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കേരളത്തിലെ സമസ്തക്കാരെ കാഫറാക്കുന്നതിൽ അതിര് കവിഞ്ഞിരിക്കുന്നു, അതിനാൽ എനിക്ക് അഖീദയിൽ പിഴച്ചിരിക്കുന്നു എന്ന് നിയാഫിന്റെ നിഴലായ മുഹ്സിൻ തങ്ങൾ നസീഹത്ത് എന്ന പേരിൽ ഒരു ഫിത്ന പുറപ്പെടുവിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ ഒരു ഖാദിയെ കാഫറാക്കി തക്ഫീറിൽ അതിരുകവിഞ്ഞു എന്ന് പറയുമ്പോൾ കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഗ്രാൻഡ് മുഫ്തി എന്ന പട്ടം ചമച്ചിട്ടുള്ള മഹാനായി ഖബറിന്റെ ആളുകൾ അവതരിപ്പിക്കുന്ന ഒരാളെ നിയാഫ് കാഫറാക്കിയതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? നസീഹത്ത് വീണ്ടും മുഹ്സിനിൽ നിന്ന് ഉണ്ടാകുമോ ഇല്ലേ എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. നേരത്തെ ചില ചോദ്യങ്ങളും സംസാരങ്ങളും ഒക്കെ ഇത്തരം ആളുകളിൽ നിന്ന് ഉണ്ടായത് ഒരാളെ കാഫറാക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ചെയ്യാവുന്നതല്ല. അത് വലിയ വലിയ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അതിന് ഉത്തരവാദപ്പെട്ട അതോറിറ്റികളോ ആണ് അത് നടത്തേണ്ടത് എന്നാണ്. ഇവിടെ അതിന് മാത്രം യോഗ്യനായ കിബാറുൽ ഉലമയിൽപ്പെട്ട ഒരു ഷെയ്ഖായി അങ്ങ് മാറിയിട്ടുണ്ടോ, അതല്ല താങ്കൾ തന്നെ കിബ്റുൽ ഉലമ ആയോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അതോടൊപ്പം ഒരു ആലിം അല്ലെങ്കിൽ പിന്നെ ഒരുപാട് പണ്ഡിതന്മാർ ചേർന്ന ഒരു അതോറിറ്റിയാണ് മുസ്ലിമായ കെലിമ ചൊല്ലിയ ഒരാളെ കാഫറാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടത് എന്ന് പറയുമ്പോൾ താങ്കളാകുന്ന ഒരാൾ തന്നെ ഒരു അതോറിറ്റിയുടെ പദവി വഹിക്കാൻ മാത്രം അത്യുന്നതനായി തീർന്നിട്ടുണ്ടോ എന്നും അറിയാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ ഒരാളെ കാഫറാക്കുമ്പോൾ അതിന്റെ ഷർത്തുകൾ, നിബന്ധനകൾ പൂർണ്ണമാവുകയും മവാനിയകൾ ഇല്ലാതിരിക്കുകയും ചെയ്യണം എന്നതുമാണല്ലോ. എങ്കിൽ അതൊക്കെ പാലിക്കപ്പെടുകയും വിലയിരുത്തി വിധി പറയാൻ മാത്രമുള്ള യോഗ്യതയും താങ്കൾ നേടിയിട്ടുണ്ടോ എന്നും അറിയാൻ ആഗ്രഹമുണ്ട്. രണ്ടാമത്തെ ചോദ്യം, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിളംബരം പുറപ്പെടുവിക്കുമ്പോൾ മറ്റുള്ള ആളുകളെ കുറിച്ച് താങ്കളുടെ വീക്ഷണം എന്താണ് എന്നുകൂടി അറിയാൻ വളരെയധികം ആഗ്രഹമുണ്ട്. ആ ഇൽമനുസരിച്ച് ആളുകൾക്ക് അമല് ചെയ്യാമല്ലോ. കാന്തപുരത്തിന്റെ മകൻ ഹക്കീം അസ്ഹരി കാന്തപുരത്തെ പോലെ തന്നെ ആകാനുള്ള പുറപ്പാടിലാണ്. പിതാവിന്റെ ചില കറാമത്തുകൾ വിളംബരം ചെയ്യുകയും ഒരു ദിവസം 3 ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗിയെ ഒന്നും വേണ്ട മൂന്നും വേണ്ട എന്ന പ്രസ്താവനക്കൊക്കെ നേതൃത്വം നൽകുകയും ചെയ്തത് ഹക്കീം അസ്ഹരിയാണ്. ഈ അസ്ഹരിയെ കുറിച്ച് മുജാഹിദുകൾക്കെതിരിൽ നിരന്തരമായി ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ കുറിച്ചും വലിയ ശിർക്കിന്റെ വിദേഹത്തിന്റെ സദസ്സുകൾ ഒരുക്കുന്ന ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി എന്ന് പറയുന്ന ആളെക്കുറിച്ചും കൂറ്റമ്പാർ ഉസ്താദ് എന്നറിയപ്പെടുന്ന ആളും വലിയ മുഫ്തിയായി അറിയപ്പെടുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ വലിയ വലിയ പ്രാർത്ഥനാ സദസ്സുകളും ഞൊടിയുടെ ചൊട്ടുവിദ്യകളും അവതരിപ്പിക്കുന്ന ബായാർത്ഥങ്ങൾ, എവിടെയും എല്ലാ മുക്കുപൂലകളിലും ചീറിയലർത്ത് സംസാരിക്കുന്ന റഷീദ് പത്തപ്പിരിയം, മഹാബലി സക്കാഫി, വായ തുറന്നാൽ വഹാബികളെ പുലഭ്യം പറയുന്ന വഹാബ് സക്കാഫി മമ്പാട്, അതിനു പുറമെ ലോകം തന്നെ നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന് പറയുകയും സമസ്തക്കാർ തന്നെ പിഴച്ചുപോയി എന്ന് അധിക്ഷേപിക്കുകയും ചെയ്യുന്ന കുരു വട്ടൂരികൾ എന്ന വിഭാഗവും, അതിന്റെ ആശാനായ നൗസാദ് അഹ്സനി, CM പടായിക്കാരൻ പകര അഹ്സനി, മടവൂർ കാഫിലക്കാരൻ സിറാജുദ്ദീൻ ലത്തീഫി, അതേപോലെ അള്ളാഹു കാണുന്നത് പോലെ കേൾക്കുന്നത് പോലെ അറിയുന്നത് പോലെ ഒരു വലിയ കാണുകയോ കേൾക്കുകയോ അറിയുകയോ ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് എഴുതിവിട്ട സുലൈമാൻ മാളിയേക്കൽ സഖാഫി, ഇതൊക്കെ ഒരേ ഗ്രൂപ്പുകാരാണ്. അതിൽ കുരുവട്ടൂരികൾ മാത്രമാണ് ഇപ്പോൾ അതിനെതിരെ വ്യത്യസ്ത വിഭാഗമായി നിലനിൽക്കുന്നത്. ഈ ആളുകളെ കുറിച്ച് കാന്തപുരത്തെക്കാൾ ഇവർക്കുള്ള യോഗ്യത എന്താണ്? കാന്തപുരത്തെക്കുറിച്ച് അങ്ങ് പുറപ്പെടുവിച്ചിട്ടുള്ള ഈ വിളംബരത്തിൽ നിന്ന് ഇവർ ഒഴിവാണോ? ആണെങ്കിൽ എന്തുകൊണ്ട്? അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുകൂടി താങ്കളൊന്ന് പ്രസ്താവന നടത്തേണ്ടതുണ്ട്. മൂന്നാമത്തേത്, ഈ പറയുന്ന കാന്തപുരത്തിന്റെയും കാന്തപുരത്തിന്റെ അതേ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് കാന്തപുരത്തിന്റെ അനുയായികൾ. ഒരുപക്ഷെ കാന്തപുരത്തേക്കാൾ വലിയ വിശ്വാസം കാന്തപുരത്തിൽ പോലും ഈ ആളുകൾ അർപ്പിക്കുന്നുണ്ട്. ഇവിടെയും അങ്ങയുടേതായി ഒരു വിധി വളരെ അത്യാവശ്യമായി വന്നിരിക്കുന്നു.
നാലാമത്തെ ചോദ്യം, AP വിഭാഗവുമായി വഹാബികളുമായി വേദി പങ്കിടുന്നതിലുള്ള പ്രശ്നമൊഴിച്ച് ഖബറാളികളെ ആരാധിക്കുകയും ജാറം നിർമ്മിക്കുകയും ശിർക്കൻ പ്രവർത്തനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ അശ്അരി മാതുരിദി അഖീദ പിൻപറ്റുകയും സൂഫി നിലപാടുകൾ അംഗീകരിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ EK വിഭാഗത്തിന് എന്തെങ്കിലും പിഴവുണ്ട് എന്ന് AP വിഭാഗം പോലും പറയുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ പിന്നെ കാന്തപുരത്തെക്കുറിച്ച് മാത്രം അങ്ങ് പുറപ്പെടുവിച്ചിട്ടുള്ള ഈ പ്രസ്താവന EK വിഭാഗത്തോട് ഇല്ലേ എങ്കിൽ അതിന്റെ കാരണം, അതല്ല അതേ ഗണത്തിൽപ്പെട്ടതാണോ എങ്കിൽ അതിന്റെ വിശദീകരണം താങ്കൾ നടത്തേണ്ടതുണ്ട്. AP വിഭാഗത്തിന്റെ നേതാവായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലെ തന്നെ EK വിഭാഗത്തിന്റെ നേതാവായി അറിയപ്പെടുന്ന ജിഫ്രി മുത്തുക്കോയെയും അള്ളാഹുവിനോടുള്ള നേരിട്ടുള്ള പ്രാർത്ഥനയെ KSRTC ബസ്സിൽ കയറുന്നതിനോട് ഉപമിച്ച അള്ളാഹുവിനെ പരിഹസിച്ച അമീദ് ഫൈസി അമ്പലക്കടവ് എന്ന EK വിഭാഗത്തിന്റെ യുവജന വിഭാഗം നേതാവിനെ കുറിച്ചും പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ളത് ഔലിയാക്കറുള്ള പ്രാർത്ഥനയാണെന്ന് മൊഹീദ്ദീൻ മാലയുടെ വ്യാഖ്യാനത്തിൽ എഴുതിയ മുസ്തഫൽ ഫൈസി തുടങ്ങിയ ഒട്ടനേകം പ്രസിദ്ധ കോലങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. ഇവരെക്കുറിച്ചും എന്താണ് താങ്കളുടെ നിലപാട്? അവരുടെ ദീൻ ഇസ്ലാമാണോ? അവരുടെ ദീനിൽ താങ്കൾ ഉണ്ടോ എന്നുകൂടി ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അഞ്ചാമത്തേത്, സംസ്ഥാന സുന്നികളാണ്. നജീബ് മുസ്ലിയാരെ പോലെ അതിനുവേണ്ടി പൊരുതുന്ന EK-AP വിഭാഗങ്ങളെ പോലെ അതേ രീതിയിൽ തൗഹീദിന്റെ ആളുകളെ വിമർശിക്കുകയും ഖണ്ഡിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന നജീബ് മുസ്ലിയാരെ കുറിച്ചും ഈ സമസ്ത ആനക്കാരെ കുറിച്ചും സമസ്തക്കാർക്ക് പോലും ഇല്ലാത്ത ചില വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന മൈക്ക് പോലും കുത്തുപൊക്ക നമസ്കാരത്തിന് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയുന്ന ഈ വിഭാഗത്തെക്കുറിച്ച് താങ്കളുടെ പ്രസ്താവന അറിയാൻ ആഗ്രഹിക്കുകയാണ്. ആറാമത്തേത്, ദക്ഷിണ കേരളത്തിലേക്ക് പോയാൽ അവിടെ അറിയപ്പെടുന്ന ദക്ഷിണ കേരള എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടനയും അതിന്റെ ആളുകളുമായി ഒരുപാട് ആളുകളുണ്ട്. ഷാഫികളും ഹനഫികളുമൊക്കെയായി. ഇവർ EK-AP സമസ്തയിൽ നിന്ന് വല്ല വ്യത്യാസവുമുണ്ടോ? അവരുടെ പേരിന്റെ കൂടെ 3 സമസ്തക്കാരുടെയും പേരിന്റെ തലയിലുള്ളതുപോലെ സമസ്ത എന്ന പേരില്ലാത്തതുകൊണ്ട് വിശ്വാസം ഒന്നാണെന്നിരിക്കെ വല്ല മാറ്റവും ഇവരെ സംബന്ധിച്ചുള്ള വിധിയിൽ നിലപാടിൽ താങ്കൾക്കുണ്ടോ? അതും ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഏഴാമത്തേത്, ജന്മം തന്നെ ശിർക്കൻ വിശ്വാസത്തിലായ അതിന്റെ അടിസ്ഥാനത്തിൽ ഉടലെടുക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ. അതിൽ തൗഹീദുള്ള വല്ലരും ഉണ്ടെങ്കിൽ തബ്ലീഗിൽ കൂടിയതുകൊണ്ട് തൗഹീദ് ലഭിച്ചവരല്ല. തബ്ലീഗിൽ നിന്ന് ആർക്കും തൗഹീദ് ലഭിക്കുകയില്ല. ഒട്ടുമിക്ക ആളുകളും സമസ്തക്കാരുടെ അതേ ശിർക്കൻ വിശ്വാസങ്ങളും ബിദ്അത്തിനോടുള്ള നിലപാടുകളും കെട്ടുകഥകൾക്ക് പിന്നാലെ പോകുന്നവരുമായ തബ്ലീഗുകാരെ കുറിച്ച് താങ്കൾ അവരുടെ ദീനിലാണോ അല്ലെങ്കിൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണോ? ഇതും കൂടി വ്യക്തമാക്കുമ്പോഴാണ് ഈ ആളുകളോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് താങ്കളുടെ തന്നെ അനുയായികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു കാന്തപുരത്തിന്റെ പേര് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇവിടെ? അത് രക്ഷപ്പെടാനുള്ള വല്ല വഴിയുമാണോ? അല്ലെങ്കിൽ കുബൂരികളുടെ നിലപാടിൽ വല്ല കാളിനടിയിലെ മണലൊഴുക്കുകളും നടക്കുന്നത് കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പ്രയോഗിച്ചതാണോ? അങ്ങനെ വല്ല ട്രിക്കുമാണോ എന്നും അറിയേണ്ടതുണ്ട്. എട്ടാമത്തെ ചോദ്യം, സമസ്തയുടെ പള്ളിയിൽ കയറി ശിർക്ക് ചെയ്യുന്നു എന്ന് അറിയാവുന്ന മുസ്ലിയാരെ തുടർന്ന് ഏതെങ്കിലും ഒരു പള്ളിയിൽ കയറി നിസ്കരിക്കുന്നതല്ല. താങ്കളുടെ പ്രദേശത്തുള്ള അത്തരം ഒരു പള്ളിയിൽ കയറി തുടരുന്നത് എന്തുകൊണ്ടാണ്? അത് നേരത്തെ ബഷീർ സലഫി ഒരു സംസാരത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അതിനെ സാക്ഷികളെയും അവതരിപ്പിച്ചിരുന്നു. അത് നിഷേധിച്ചതായി ഒരു പ്രസ്താവനയും കണ്ടിട്ടില്ല. അപ്പോൾ ആ കാര്യം താങ്കൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ ആ ഇമാം ഈക്കക്കാരനായതുകൊണ്ടാണോ? അതല്ല കാന്തപുരത്തെക്കുറിച്ച് നടത്തിയ പ്രസ്താവന അയാളിൽ മാത്രം പരിമിതവും അദ്ദേഹത്തിന്റെ അതേ വിശ്വാസം വിളിച്ചു പുലർത്തുന്ന മറ്റാർക്കും ബാധകമല്ലാത്തതുകൊണ്ടുമാണോ ഈ നമസ്കാരം തുടരൽ വീണ്ടും നിർവഹിക്കപ്പെടുന്നത്? അതോടൊപ്പം 9ാമതായി ചോദിക്കാനുള്ളത്, കാന്തപുരം അല്ലാത്തവർ ഒഴിവാണെങ്കിൽ, അതായത് കാന്തപുരത്തിന്റെ ദീൻ ഇസ്ലാമല്ല എന്ന് പറയുമ്പോൾ അതിൽ മറ്റാരും പെടുകയില്ലെങ്കിൽ, ഇപ്പം മലപ്പുറത്ത് താങ്കളെ അനുകൂലിക്കുന്ന ആളുകളുണ്ടല്ലോ. മലപ്പുറം ഖാലി മൈദീൻ മുസ്ലിയാരാണ്. ആ മുസ്ലിയാർ ഖാലിയായി അറിയപ്പെടുന്ന ആളാണ്. അയാൾ ഹിലാൽ ഉറപ്പിക്കുമ്പോൾ അയാളുടെ ഹിലാൽ അനുസരിച്ച് നോമ്പും പെരുന്നാളും ഒക്കെ ആഘോഷിക്കുന്നതിന് കുഴപ്പമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കാം. കാരണം അയാളെ താങ്കൾ പുറത്താക്കിയിട്ടില്ലല്ലോ. അതേപോലെ താങ്കളുടെ ജില്ലയായ കണ്ണൂരിലും വേറെ ഖാലിയുണ്ട്. അയാളുടെ ഹിലാൽ ഉറപ്പിക്കുന്നതനുസരിച്ച് നോമ്പും പെരുന്നാളും ഒക്കെ ആഘോഷിക്കാം. എങ്കിൽ പിന്നെ ഈ കോഴിക്കോട് ജില്ലയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ മാസം ഉറപ്പിക്കുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന ഖാദിയാണ്. ഈ ഖാദിയെ താങ്കൾ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിയ സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ വിധിയനുസരിച്ച് താങ്കളുടെയും താങ്കളുടെ നിഴലിന്റെയും വിശ്വാസമനുസരിച്ച് ശിർക്ക് ചെയ്യുന്നവരും മുസ്ലിങ്ങളാണ് എന്ന നിലപാടിൽ ഇവർ മാത്രം മാസം ഉറപ്പിക്കുന്ന ഒരു ദിവസം ഉണ്ടാവുകയാണെങ്കിൽ പൊതുജനങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന വാദപ്രകാരം ഈ പ്രദേശത്തുള്ള ആളുകൾ പ്രയാസത്തിലാകും, താങ്കളുടെ അനുയായികൾ. അപ്പോൾ പിന്നെ അവർ എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി അറിയിക്കും.
അറിയിക്കുന്നത് നന്നായിരിക്കും. കാരണം മത്തലയുടെ മാറ്റം കൂടി പരിഗണിക്കണമല്ലോ. നമസ്കാരം കസറാക്കാവുന്ന പരിധിയിൽ അതിനപ്പുറത്താണെങ്കിൽ മത്തല മാറുമെന്ന വീക്ഷണപ്രകാരം മലപ്പുറത്തും കണ്ണൂരിനുമിടയിൽ വിശാലമായ കോഴിക്കോട് ജില്ലയുടെ കാന്തപുരം മർക്കസിന്റെ മത്തലയുടെ പരിധിയിൽ ഉള്ള ആളുകൾ എന്ത് ചെയ്യണം എന്നുകൂടി താങ്കൾ അറിയിക്കണമെന്നാണ് ഉണർത്താനുള്ളത്. പത്താമതായി, ലോകത്ത് ഒരു സലഫി പണ്ഡിതനും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ഇസ്ലാമിൽ നിന്ന് രേഖാമൂലം പുറത്താക്കിയതായി അറിവില്ല. മക്ക ഗവർണർ അദ്ദേഹവുമായി പരിപാടി സംഘടിപ്പിക്കുന്നതും മറ്റു കാര്യങ്ങളുമൊക്കെ വിലക്കിക്കൊണ്ടുള്ള ഒരു സർക്കുലർ നേരത്തെ കണ്ടിട്ടുണ്ട്. അതിലും കാന്തപുരം ഇസ്ലാമിൽപ്പെട്ട ആളല്ല എന്ന് പറഞ്ഞതായി കണ്ടത് ഓർക്കുന്നില്ല. അപ്പൊ ലോകത്ത് ആദ്യമായി ഇങ്ങനെയുള്ള ഒരു മഹാനായ ഗ്രാൻഡ് മുഫ്തിയെ പുറത്താക്കാൻ മാത്രം പവറുള്ള അങ്ങയെപ്പോലുള്ള ഒരു പണ്ഡിതനെ കേരള മണ്ണിന് കിട്ടിയതിൽ കേരളക്കാർക്ക് അഭിമാനിക്കാൻ വകുപ്പുണ്ട്. എങ്കിൽ ഉസ്താദെ, ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, താങ്കളുടെ നിഴലും മറ്റുള്ള ആളുകളുമൊക്കെ നിരന്തരമായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ബാക്ക് ടു ഉലമ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ സ്പോൺസേർഡ് പരിപാടി, ആ പരിപാടി നിങ്ങൾക്ക് അവസാനിപ്പിച്ച് അതിന്റെ ആ വെല്ലുവിളി വാചകം ഒന്ന് ചുരുക്കി അതിനൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. കാരണം വിദേശത്തേക്ക് പോകുമ്പോൾ ടിക്കറ്റ് എടുക്കണം, വിസ വേണം, ചെലവ് വേണം. എന്നാൽ ഇവിടെ ചെലവ് ഫ്രീ, ടിക്കറ്റ് ഫ്രീ, വിസ ഫ്രീ, എല്ലാം ഫ്രീ. അങ്ങനെ ഒരു ചെലവുമില്ലാതെ താങ്കളെ പോലുള്ള ഒരു മഹാനായ ഹിബ്റുൽ ഉലമ കേരളത്തിൽ ഉണ്ടായിരിക്കെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ആലിമുകളെ തേടി, അതോറിറ്റികളെ തേടി വിദേശത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ബാക്ക് ടു ഉലമ ദുബൈ എന്നത് ബാക്ക് ടു ആലിമുൽ ആലം അഞ്ചരക്കണ്ടി പുതിയാപ്പിള എന്നാക്കിയാൽ വളരെ എളുപ്പത്തിൽ കേരളത്തിൽ വെച്ച് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ആളുകൾക്കുണ്ടായിട്ടുള്ള ഇത്തരം ആശങ്കകളൊക്കെ താങ്കളൊന്ന് അകറ്റി പ്രസ്താവന ഒന്നുകൂടി ബയാൻ ചെയ്താൽ അത് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കുകയും കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശമനവുമായി തീരും എന്നുകൂടി പ്രതീക്ഷിക്കുകയാണ്. ഇനി അതല്ല, താങ്കൾ ആ വലിയ അപരാധം ചെയ്തു, മഹാപിഴവ് സംഭവിച്ചു, കാഫറാക്കുന്ന പ്രവർത്തനം താങ്കൾ ഒന്നല്ല പലവട്ടം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വരുന്നുവെങ്കിൽ നിയാഫിന് മൊഹ്സിന്റെ നസീഹത്ത് ലഭിക്കുമോ എന്നൊരു ആശങ്ക കൂടിയുണ്ട്. ഒരു കാര്യം കൂടി അവസാനമായി ഉണർത്തുകയാണ്. പത്താമതായി, ഇവിടെ കാന്തപുരത്തെക്കുറിച്ച് മാത്രമാണ് താങ്കൾ ഇപ്പോൾ രേഖാമൂലം എഴുതിയിട്ടുള്ളത്. നേരത്തെ വാമൊഴിയായി പറഞ്ഞ കാര്യങ്ങൾ അതുകൂടിയൊന്ന് രേഖാമൂലം പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നതാണ് ചോദിക്കാനുള്ളത്. താങ്കളുടെ അടുക്കൽ വന്ന് ദീർഘനേരം സംസാരിച്ച രണ്ട് സഹോദരന്മാരോട്, കണ്ണൂരിലുള്ള ആച്ചി എന്നറിയപ്പെടുന്ന ഹാഷിം, അതുപോലെ തന്നെ അബ്ദുൽ നാസർ അഞ്ചരക്കണ്ടി, ഇവരോട് താങ്കൾ നേരിട്ട് പറഞ്ഞിട്ടുള്ളതും മുമ്പ് ഞാൻ തന്നെ ഈ കാര്യം വെളിപ്പെടുത്തിയതുമാണ്. അത് നിഷേധിക്കുന്നുണ്ടോ അതല്ല അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അതുകൂടി രേഖാമൂലം എഴുതുമോ എന്നാണ് ചോദിക്കാനുള്ളത്. അതായത് ഒരൊറ്റ ഇരുത്തത്തിൽ ചമ്രം പടിഞ്ഞ് ഇരിക്കുന്നതിനിടയിൽ സംസാരത്തിൽ കാന്തപുരം കാഫറാണ്, ഖലീലുൽ ബുഖാരി കാഫറാണ്, പേരോട് കാഫറാണ്, ജമലുല്ലൈലി കാഫറാണ് എന്ന് ഈ നാലാളുകളെ കുറിച്ച് ഓരോരുത്തരെ വെവ്വേറെ തഴയും ചെയ്ത്, ഒറ്റ പ്രസ്താവനയല്ല, നാലാളെ പേര് വന്നിട്ട് ഇവരൊക്കെ കാഫറാണെന്നല്ല, ഓരോരുത്തരെ കുറിച്ചും വേറെ വേറെ കാഫർ 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 എന്ന് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞത് നിലനിൽക്കുന്നുണ്ടോ, അല്ല അതിൽ മൂന്നെണ്ണം മൻസൂഖാണോ, അല്ലെങ്കിൽ അതുകൂടി ഒന്ന് രേഖാമൂലം വെളിവാക്കുമോ എന്നതാണ് ചോദിക്കാനുള്ളത്. അപ്പൊ ഈ 10 ചോദ്യങ്ങൾക്ക് മറുപടി പ്രതീക്ഷിക്കും. കാരണം ഒരു ഹുക്കുമ ജനങ്ങളോട് പറയേണ്ടടുത്ത് പണ്ഡിതൻ പറയാതിരുന്നാൽ അത് ഇൽമു മറച്ചുവെക്കലാകുമെന്നാണല്ലോ തത്വം. പ്രത്യേകിച്ച് അഖീദപരമായ വിഷയമായതിനാൽ മുസ്ലിങ്ങളുടെ ഇബാദത്തുകളുമായും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യമായതുകൊണ്ട് ഏതായിരുന്നാലും ഒരാളെ കുറിച്ച് രേഖാമൂലവും മൂന്നാളെ കുറിച്ച് വാക്കാലും നടത്തിയിട്ടുള്ള പ്രസ്താവനയുടെ വ്യക്തത ഒന്നുകൂടി നടത്തിയാൽ അത് എമ്പാടും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്ന് സൂചിപ്പിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു എന്ന് അൺമാസ്കിംഗ് എന്ന മുഖമൂടികളെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.